പ്രയാസങ്ങളും എനിക്കറിയാം. സ്വാഗത പ്രാസംഗം തന്നെ പറഞ്ഞു, നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടത്തിയ ഒരു പരാമർശം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ചയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത സമയത്ത് സംസാരിച്ചത്, അത് മലപ്പുറത്തായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. അവിടെ വെച്ചൊരു സംസാരിച്ച ഒരു കാര്യമാണ്, ഇവിടെ മലപ്പുറം എന്ന് പറയുന്നത് പ്രത്യേക ഒരു രാജ്യം പോലാണ്. ഇവിടെ ശ്വാസം എടുക്കുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ താമസിക്കുന്ന വളരെ പേടിച്ചിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം ആ ഒരു ഒരു ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം കാര്യങ്ങളാണ്. ഇങ്ങനെ എന്തിനാണ് സംസാരിക്കുന്നത്, അതായത് കുറേയധികം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണെന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് എടുത്ത് ചർച്ച ചെയ്യുന്നത്. ആ ഒരു നിങ്ങൾ കണ്ട ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്, അതായത് ഈ ഒരു മലപ്പുറം എന്ന് പറയുന്നത് വേറൊരു രാജ്യം പോലാണ്. ഇവിടെ എല്ലാവരും പേടിച്ചാണ് താമസിക്കുന്നത്. ശ്വാസം എടുക്കാൻ പോലും അത്രയും പേടിക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും എന്ന രീതിയിലൊക്കെ സംസാരം. എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു? ഇദ്ദേഹം ഇതിനു മുമ്പ് ഇതേണൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്നതിൽ മലപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇദ്ദേഹം പറയുന്നത് റൈറ്റാണോ? അവിടെ ഉള്ളത് അത്രയും പേടിച്ചാണോ ജീവിക്കുന്നത്? അതോ മറ്റുള്ള ജില്ലകളിൽ താമസിക്കുന്നവരെ പോലെ നല്ല രീതിയിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. കാരണം ഇദ്ദേഹം പറയുന്നത്, വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടാൽ തോന്നുന്നു അവിടെ മലപ്പുറത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചാണ് ജീവിക്കുന്നത്. ഒന്നും തന്നെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആരോടുത്ത് എതിർത്ത് സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റാത്ത അങ്ങനത്തെ രീതിയിലാണ് താമസിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് സത്യമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള മോട്ടീവ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് കുറേയധികം പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്കും തോന്നുന്നു ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. ഇത് ചുമ്മാ ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നതാണ് എൻ്റെ ഒരു ഡൗട്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതാണുള്ളത്? കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.